അന്ന് മുസ്ലിം ലീഗിന് രണ്ട് മന്ത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ മന്ത്രിസഭയിൽ. CH മുഹമ്മദ് കോയ സാഹിബും അഹമ്മദ് ഗുരിക്കലും. ലീഗ് മാത്രം വിചാരിച്ചാൽ ഒരു മുന്നണിയിൽ ഒരു ജില്ലക്ക് രൂപീകരിക്കുവാൻ സാധിക്കും. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി എന്തൊക്കെയായിരുന്നു കോൺഗ്രസും RSSും പ്രചരിപ്പിച്ചത്. മാപ്പിളമാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു ജില്ല വന്നാൽ അത് കുട്ടി പാകിസ്ഥാനായി മാറും. താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തും. സഖാബിഎംഎസും കമ്മ്യൂണിസ്റ്റുകാരും RSSകാരന്റെ ആ ഓലപ്പാമ്പ് കണ്ട് കോൺഗ്രസുകാർ കാട്ടിയ ഉമ്മാക്കി കണ്ട് പേടിച്ച് വിരണ്ടോടുകയല്ല ചെയ്തത്. ഈ ജില്ല പിറന്നു വീണത് കമ്മ്യൂണിസ്റ്റുകാരന്റെ നെഞ്ഞൂക്കിന്റെയും ചങ്കുറപ്പിന്റെയും പിൻബലത്തിലാണ്. കോൺഗ്രസുകാരിൽ നിന്ന് 1000-ലൊരംശം ആ ധൈര്യത്തിൻ്റെത് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക്? സുകുമാരൻ നായർ ചങ്ങനാശ്ശേരിയിലും ഇരുന്ന് ഒന്ന് കുരച്ചാൽ, ഒന്ന് തൊണ്ടയനക്കിയാൽ പേടിക്കും കോൺഗ്രസിന്റെ ഗവൺമെന്റ്. ഉമ്മൻചാണ്ടി, SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ മുട്ടുവിറക്കും ഉമ്മൻചാണ്ടിയുടേത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചാൽ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരുമല്ല, രാജ്യം മുഴുവൻ കുലുങ്ങിയാലും ആ തീരുമാനത്തിൽ നിന്നവർ പുറകോട്ട് പോരില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെയും കമ്മ്യൂണിസ്റ്റേതരന്റെയും വ്യത്യാസം. നടത്തിക്കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ. മലപ്പുറം ജില്ല രൂപീകരിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം നൽകിയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. മലബാറിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാൻ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് രൂപം നൽകിയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്. അതിന് സമാനമായ നേട്ടങ്ങൾ എന്ത് നേടി മുസ്ലിം ലീഗ്? 33 സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളാക്കാൻ വേണ്ടി തീരുമാനിച്ചില്ലേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു മുസ്ലിം ലീഗിന്. മലപ്പുറം ജില്ല രൂപീകരിച്ചത് ഞങ്ങളാണ് എന്നവകാശപ്പെടുന്ന ലീഗിനോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളാണ് ജില്ല രൂപീകരിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു. നിങ്ങൾ തീരുമാനിച്ച 33 AIC സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ 20 MLAമാരും 5 മന്ത്രിമാരും ഉണ്ടായിട്ട് നിങ്ങൾക്ക് കഴിയാത്തത് 2 മന്ത്രിമാരും 11 MLAമാരുമുള്ള കാലത്ത് എങ്ങനെ സാധിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ നാട്ടിൽ പഴമക്കാർക്കറിയാം, പ്രായമുള്ളവർക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാഷ്ട്രീയമായി ലീഗിന് എതിർക്കാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ മതത്തിന്റെ ആവരണം എടുത്തണിയിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവനവന്റെ കുഴിയാണ് തോണ്ടുന്നത് എന്ന് ഇനിയെങ്കിലും മുസ്ലിം ലീഗ് മനസ്സിലാക്കണം. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ലീഗ് സ്വീകരിക്കുന്ന സമീപനമല്ലല്ലോ ലീഗിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വന്ന കാലത്ത് കേരളത്തിൽ നിന്ന് 18 MP-മാർ ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു. ഒരേ ഒരു MP ആയിരുന്നു UDF-ന്. ഒന്ന് BJP-യുടെ സ്ഥാനാർത്ഥി ജയിച്ചു, പിന്തുണയുള്ള സ്ഥാനാർത്ഥി ജയിച്ചു, PT തോമസ്. ബാക്കി 18 എണ്ണം ഇടതുപക്ഷം ജയിച്ച കാലത്ത് ലീഗിന്റെ ഒരേ ഒരു മെമ്പർ അഹമ്മദ് മന്ത്രിയാകാൻ വേണ്ടി പോകുന്നു എന്ന് കേട്ടപ്പോ ഇടതുപക്ഷത്തിന് പറയാമായിരുന്നു കോൺഗ്രസിനോട്, ഞങ്ങളുടെ 60 ആളുകളുടെ പിന്തുണ വേണമെങ്കിൽ ഇയാളെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് പറയാതിരുന്നത്, അങ്ങനെ പറഞ്ഞാൽ അതുപോലും BJP-ക്ക് ഒരു വളമാവുകയും അവർ രാജ്യത്ത് മതധ്രുവീകരണത്തിന് ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകാരന്റെ ദയാദാക്ഷിണ്യത്തിന്റെ പിൻബലത്തിലാണ് ഒന്നാം UPA സർക്കാരിൽ മുസ്ലിം ലീഗിന് 5 കൊല്ലം സഹമന്ത്രി സ്ഥാനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സ്വീകരിക്കുന്ന നിലപാടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിനോട് സ്വീകരിച്ചത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നല്ലാതെ മറ്റേത് പാർട്ടിയിൽ നിന്നാണ് മുസ്ലിം ലീഗിന് പോലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല, ലീഗിന് പോലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല.
ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യവും സൗഹൃദവും തകർക്കാൻ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ ഈ തവണ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. 5ാം മന്ത്രിസ്ഥാന വിവാദം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 5 മന്ത്രിമാരുണ്ടായിരുന്നു. എന്തേ നേട്ടമുണ്ടായത് മുസ്ലിം സമുദായത്തിൽ? 5ാമതൊരു വകുപ്പ് കിട്ടിയോ? ഹംസാക്ക പറയുന്നത് പോലെ 4 ചോറ് 5 ആക്കി എന്നല്ലാതെ 5ാമതൊരു വകുപ്പ് മുസ്ലിം ലീഗിന് കിട്ടിയോ? പിന്നെ എന്ത് നേട്ടം എന്നാണ് പറയുന്നത്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുറബ്ബ് എടുത്തൊരു സമീപനം, അതും കേരളത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ്. ലീഗുകാർ പലരും മന്ത്രിമാരായിട്ടുണ്ട്. അന്നൊന്നും നമ്മൾ കേൾക്കാത്തത് ഇപ്പോൾ നമ്മൾ കേട്ടു. എന്താ? ലീഗിന്റെ മന്ത്രിമാരുൾപ്പെടെ ക്യാബിനറ്റിലെ മുഴുവൻ മന്ത്രിമാർക്കും സർക്കാർ സ്വന്തമായിട്ട് വീടുണ്ടാക്കി കൊടുത്തു. ആ വീടുകൾക്ക് ഓരോ പേര്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകാൻ തീരുമാനിച്ച വീടിന്റെ പേര് ഗംഗ എന്നായിരുന്നു. അബ്ദുറബ്ബ് പറഞ്ഞു, ഗംഗ എന്ന പേരിട്ട വീട്ടിൽ താമസിക്കാൻ എനിക്ക് കഴിയില്ല. പരപ്പനങ്ങാടിയിലെ എന്റെ വീടിന്റെ പേര് ഗ്രേസ്, അതിട്ടാലേ എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. ഗംഗ എന്ന് പേരിട്ട വീട്ടിൽ താമസിച്ചാൽ ഒലിച്ചു പോകുന്നതാണ് ഇസ്ലാം എന്ന് ആരാണ് അബ്ദുറബ്ബിനോട് പറഞ്ഞത്? ആരാണ് ലീഗിനെ പഠിപ്പിച്ചത്? ഞാൻ അപ്പൊ ഓർത്തത് സീതി ഹാജിയെ. സീതി ഹാജിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ലോകപരിചയം വേണ്ടതിലധികം ഉണ്ടായിരുന്നു സീതി ഹാജിക്ക്. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന് പറഞ്ഞപ്പോൾ ലീഗിനെ പ്രതിരോധിച്ചുകൊണ്ട് സീതി ഹാജി അന്ന് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ലീഗിനെ വർഗീയ കക്ഷി എന്ന് പറയാൻ കഴിയുക? ഞങ്ങളുടെ പത്രത്തിന് തിരിക്കുന്നത് ഒരു ഹിന്ദു പെണ്ണിന്റെ പേരല്ലേ ചന്ദ്രിക? ചന്ദ്രിക എന്ന ഒരു ഹിന്ദു പെണ്ണിന്റെ പേര് സ്വന്തം പത്രത്തിനിട്ട പാർട്ടിയെ എങ്ങനെ നിങ്ങൾക്ക് വർഗീയ പാർട്ടി എന്ന് വിളിക്കാൻ കഴിയുമെന്ന് പണ്ട് സീതി ഹാജി ചോദിച്ചിട്ടുണ്ട്. സ്വന്തം പത്രത്തിന് ചന്ദ്രിക എന്ന പേരിടാമെങ്കിൽ ഗംഗ എന്ന പേരിട്ട ഔദ്യോഗിക വസതിയിൽ താമസിച്ചാൽ ഏത് വിശ്വാസമാണ് തകർന്നു പോകുന്നത്? ആ പ്രസ്താവന പോലും ഈ നാട്ടിൽ വലിയ അകൽച്ചയുണ്ടായി. വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന വിശ്വാസത്തിന് അത് കോട്ടം തെറ്റിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ലീഗ് മുമ്പ് ഭരിച്ചിരുന്ന കാലത്തേതിൽ നിന്ന് ഭിന്നമായി എന്തോ തരത്തിലുള്ള ഒരു തലത്തിലേക്ക്, ഒരു ഭ്രാന്തമായ ആവേശത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇത് ലീഗിനും മുസ്ലിം സമുദായത്തിനും ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്ന് ലീഗിന്റെ വിവേകമുള്ള നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനിക്കണം എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. 33 സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളാക്കി. ഇതിനു മുൻപും മലപ്പുറം ജില്ലയിൽ ഒരുപാട് എയ്ഡഡ് സ്കൂളുകൾ അനുവദിച്ചിട്ടുണ്ട്. എല്ലാ മതസമുദായക്കാർക്കും സ്കൂളുകൾ അനുവദിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ഒരു വിവാദം ഇപ്പോൾ മാത്രം എങ്ങനെ ഉണ്ടായി? അത് ഉണ്ടാക്കിയതാണ് ബോധപൂർവം. വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ്. എന്തിനായിരുന്നു ഇത്തരത്തിലുള്ള വാദഗതികളും സംവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാക്കി? ആർക്കാണ് അതുകൊണ്ട് നേട്ടമുണ്ടായത്? NSSും SNDPയും ഇപ്പോ ലീഗിനെ വിമർശിക്കുന്നു. ഇന്ന് വരെ NSSും SNDPയും ലീഗിനെ വിമർശിച്ചിട്ടില്ലല്ലോ. ഇതുവരെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം എന്തുകൊണ്ടാണ് NSSും SNDPയും ലീഗിനെ വിമർശിച്ചത് എന്ന് ലീഗിന്റെ നേതാക്കന്മാർ ഒരു തവണയല്ല 1000 തവണ ആലോചിക്കുന്നു. ലീഗിന്റെ ഭാഗത്ത് തെറ്റുപറ്റി. ലീഗിന്റെ നേതാക്കന്മാർക്ക് പിഴവുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ മുസ്ലിം സമുദായമാണ് അതിന് വില കൊടുക്കേണ്ടി വരുന്നത്. ഈ രാജ്യത്ത് മത സാമുദായിക ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. കേരളത്തിൽ ഈ മതസൗഹാർദ്ദം നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ശക്തമായതുകൊണ്ടാണ്. നമ്മളൊക്കെ കരുതും BJPയും RSSും കേരളത്തിൽ വലിയ മര്യാദക്കാരാണ്. RSSും BJPയും കേരളത്തിൽ വെറുതെ മര്യാദക്കാരായതല്ല, അവരെ കമ്മ്യൂണിസ്റ്റുകാരും മര്യാദ പഠിപ്പിച്ച് മര്യാദക്കാരാക്കിയതാണ്. ഗുജറാത്തിലെ BJPക്കാർ തന്നെയാണ് ഇവിടുത്തെ BJPക്കാരും, കർണാടകയിലെ BJPക്കാർ തന്നെയാണ് ഇവിടുത്തെ BJPക്കാരും, മഹാരാഷ്ട്രയിലെ RSSകാരാണ് ഇവിടുത്തെ RSSകാരും.
അവര് കയ്യൂക്ക് കൊണ്ട് രാഷ്ട്രീയ